പ്രൈസ് ദ ലോർഡ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് കൃപാവചസ് ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നമുക്ക് കുറച്ച് നേരം വേർഡ് ബൈൻഡിങ് പ്രെയർ ആയിരിക്കും. അതിനുശേഷം വചനം പങ്കുവെക്കുന്നതാണ്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെയുള്ള എല്ലാ ഉപകരണങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ വചനം ശ്രവിക്കാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പോ മൊബൈലോ കമ്പ്യൂട്ടറോ ഏതാണെങ്കിലും അവയെല്ലാം ഈ നിമിഷം സമർപ്പിക്കുന്നു, സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ, അതുപോലെ ഞങ്ങളുടെ വാസസ്ഥലങ്ങളെയും ഞങ്ങളുടെ ഉദ്യോഗ മേഖലകളെയും എല്ലാം ഈശോയെ സമർപ്പിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. തിരുരക്ത സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു. റോമ 3:24, 25, 1 യോഹന്നാൻ 1:7, എഫേഷ്യൻസ് 1:7, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20, 21, 1 പത്രോസ് 1:18, വെളിപാട് 12:11. വചനത്തിന്റെ യോഗ്യതയാലും പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 യോഹന്നാൻ 8:12 ഈശോയുടെ പ്രകാശത്താലും സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ. യെശയ്യാ 10:17 ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാറൂക്ക് 4:1-2, വെളിപാട് 12:1-2. അമ്മ മാതാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണം. എല്ലാ സ്വർഗീയ ദൂതന്മാരുടെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരുടെ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 8:16, സങ്കീർത്തനം 107, 20, 21, മത്തായി 16:19, യോഹന്നാൻ 20:23 വചനത്തിൽ നിന്നുകൊണ്ടും ഈശോയെ മത്തായി 8:16 പ്രത്യേകമായ അഭിഷേകത്തിൽ നിന്നും ഈ സന്ധ്യാസമയത്ത് ഈശോ അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും സൗഖ്യത്തിലേക്കും വിടുതലിലേക്കും വചനത്തിന്റെ കവാടത്തിലേക്കും ഞങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. അപ്പസ്തോലന്മാരുടെ 4:12 ഫിലിപ്പിയർ 2:9-11 സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിനും മേൽ അധികാരമുള്ള അവിടുത്തെ നാമത്തിൽ നിന്നുകൊണ്ടും വചനത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും തിരുരക്തത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷ അധികാരത്തിൽ നിന്നുകൊണ്ടും മാർപ്പാപ്പയുടെയും എല്ലാ മെത്രാന്മാരുടെയും സഭാ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഈശോയെ ഈ മക്കളുടെ മേലും അവരുടെ പ്രദേശങ്ങളുടെ മേലും അവരുടെ എല്ലാ മേഖലകളിലും ഈശോയെ ബന്ധിച്ചു കിടക്കുന്ന എല്ലാ മേഖലകളെയും അവിടുത്തെ നാമത്താൽ ഈ സന്ധ്യാവേളയിൽ ഈശോയെ മോചനത്തിനായിട്ടും വിടുതലിനായിട്ടും പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ഡിസൊബീഡിയൻസിന് അനുസരണ അരൂപികളെ എഫേഷ്യൻസ് 2:2, എഫേഷ്യൻസ് 5:6, ഏഷ്യ 30:1, നിയമാവർത്തനം 21:20, 1 സാമുവേൽ 15:23 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. വചനം ശ്രവിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർ ചിന്തകളുടെ അരൂപികളെ ഈ എല്ലാ കെട്ടുകളെയും ഈശോയെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹോസിയ 5:4, ഹോസിയ 4:12, 2 പത്രോസ് 2:14, മത്തായി 5:28, എസെക്കിയേൽ 20:7, നാഹൂം 3:4, 1 യോഹന്നാൻ 2:15-16 ഈശോയെ വ്യഭിചാര ദുർഭൂതത്തിന്റെ അരൂപികളെ കൂട്ടത്തോടെ അതിന്റെ സ്വാധീനങ്ങളെ എല്ലാം
എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ ആണെങ്കിൽ, മാധ്യമങ്ങളിലൂടെ ആണെങ്കിൽ, തലമുറകളിലൂടെ ആണെങ്കിൽ അവയെല്ലാം വേരോടെ ഈ നിമിഷം ഉന്മൂലനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എല്ലാ തരത്തിലുള്ള ലോകാരൂപികൾ ഈശോയെ, അവയെല്ലാം ഞങ്ങളുടെ ദൈവബന്ധത്തെ, വളർച്ചയെ ഇല്ലാക്കുന്ന ലൗകിക ചിന്തകള്, ലൗകിക പെരുമാറ്റങ്ങള്, ലൗകിക സംസാരങ്ങൾ, ലൗകിക ബന്ധങ്ങള്, അവയെല്ലാം അതിലൂടെ കടന്നു വരുന്ന എല്ലാ ഇൻഫ്ലുവൻസസും അതിൻ്റെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും യാക്കോബ് 4:4, റോമ 8:7, ജ്ഞാനം 13:7 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാത്തരം സ്ലേയിങ് സ്പിരിറ്റുകളെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, കാലങ്ങളായിട്ട് ഈശോയെ ക്ഷമിക്കാൻ പറ്റുന്ന വ്യക്തികള്, അതിന്റെ മേലുള്ള അരൂപികളെ, അതുപോലെ ഞങ്ങളിൽ വസിക്കുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കുറ്റാരോപണത്തിന്റെയും അരൂപികള്, ഉൽപ്പത്തി 4:5 അപ്പസ്തോലനോട് 8:23 ഹെബ്രായർ 12:14-15 1 യോഹന്നാൻ 3:12 മുതൽ 15 വരെയുള്ള വചനത്തിലൂടെയും എഫേഷ്യൻസ് 4:31 പ്രഭാഷകൻ 28:1-7 വരെയുള്ള വചനത്തിലൂടെയും സങ്കീർത്തനം 109:3 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിന്റെ അരൂപികൾ, ഈശോയെ, ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയും, ഭൗതിക വളർച്ച, സാമ്പത്തിക വളർച്ച, ആത്മീയ വളർച്ച, ബന്ധങ്ങളിലുള്ള വളർച്ച തടസ്സപ്പെടുത്തുന്ന അഹങ്കാരത്തിന്റെ അരൂപികൾ ഈശോയെ, അവയെല്ലാം ജെറമയ 50:30-31 വചനത്തിലൂടെയും ലൂക്ക 1:51 ഒബാദ്യ 1:3 ഏശയ്യ 14:12 പ്രഭാഷകൻ 10:10-18 വരെയുള്ള വചനത്തിലൂടെയും എല്ലാ തരത്തിലുള്ള സെൽഫ് ഗ്ലോറിയുടെ അരൂപികൾ ഈശോയെ, വാ തുറന്ന് സ്വയം മഹത്വപ്പെടുത്തുന്ന ആ സ്വഭാവത്തെ ഈശോയെ, യോഹന്നാൻ 7:17-18 വരെയുള്ള വചനത്തിലൂടെയും എല്ലാ തരത്തിലുള്ള ആത്മപ്രശംസയോടെ എവിടെ നിന്നാലും ഞാൻ ചെയ്തത്, ഞാൻ പറഞ്ഞത് എന്ന് പറയുന്ന ആ സ്വഭാവ രീതികൾ ഈശോയെ, എല്ലാ തരത്തിലും അതിലൂടെ കടന്നു വരുന്ന വ്യർത്ഥ ഭാഷണത്തെയും യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. വ്യാജ പ്രവാചകരുടെ സ്വാധീനങ്ങളെ എസെക്കിയേൽ 17:1-10 വരെയുള്ള വചനത്തിലൂടെയും 2 തെസ്സലോനിക്ക 2:1-10 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 വെളിപാട് 2:2 ഗലാത്യ 1:6-9 വരെയുള്ള വചനത്തിലൂടെയും 2 കൊരിന്തോസ് 11:4-5 വചനത്തിലൂടെയും 2 കൊരിന്തോസ് 11:14-15 വചനത്തിലൂടെയും ഈശോയെ, അവയെല്ലാം ഈശോ അതിന്റെ സ്വാധീനങ്ങളോട് ഞങ്ങളിലേക്ക് കടന്നു വന്നുള്ള എല്ലാ തരത്തിലുള്ള ആശയക്കുഴപ്പത്തെയും ഏശയ്യ 19:14 ഈശോയെ, വചനത്തെക്കുറിച്ചോ, സഭയെക്കുറിച്ചോ, വ്യക്തിജീവിതത്തെക്കുറിച്ചോ, കൂടെയുള്ളവരെ കുറിച്ചോ നിരന്തരമായി കടന്നു വരുന്ന സംശയങ്ങൾ, ഇതിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ തരം തെറ്റായ ബോധ്യങ്ങളും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു. ഞങ്ങളിലോ, ഞങ്ങളുടെ തലമുറയിലോ കടന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ ഇടപെടലുകളിലോ, ഞങ്ങളെ ബന്ധപ്പെടുന്ന വ്യക്തികളിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള കാപട്യത്തെ 1 പത്രോസ് 2:1 മത്തായി 24:51 യാക്കോബ് 1:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. എതിർപൂജകള്, മറ്റു തരത്തിലുള്ള ബലികള് ഈശോയെ, അതിലൂടെ കടന്നുകൂടിയിട്ടുള്ള പൈശാചിക ഉടമ്പടികളെ യേശുനാമത്തിൽ ഈശോ, അതിലൂടെ ഞങ്ങൾ എത്ര വിടുതലിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അതിന്റെ സ്വാധീനങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പീഡകൾ ഈശോയെ, ഞങ്ങളിൽ നിന്നോ ഞങ്ങളുടെ തലമുറകളിൽ നിന്നോ ആരിൽ നിന്ന് വന്നതാണെങ്കിലും ഈശോ, ഈ നിമിഷം അവിടുത്തെ നാമത്താൽ, അവിടുത്തെ രക്തത്താൽ അവയെല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1 കൊരിന്തോസ് 10:19-20 വചനത്തിലൂടെയും ബാറൂക്ക് 4:7 നിയമാവർത്തനം 18:9-14 വരെ വചനത്തിലൂടെയും ലേവ്യർ 19:24 ലേവ്യർ 19:31 നിയമാവർത്തനം 32:17 സങ്കീർത്തനം 107:28 നിയമാവർത്തനം 13:1-3 വരെയുള്ള വചനത്തിലൂടെയും എസെക്കിയേൽ 13:20 ജോബ് 20:12-15 വരെയുള്ള വചനത്തിലൂടെയും ദാനിയേൽ 9:27 ഉൽപ്പത്തി 16:12 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള പൈശാചിക പ്രബോധനങ്ങൾ ഈശോയെ, 1 തിമോത്തി 4:1-2 വരെയുള്ള വചനം, മനസാക്ഷിയെ കത്തിക്കരിക്കുന്ന പ്രബോധനങ്ങൾ, അവയെല്ലാം വെളിപാട് 2:21 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു.
എപ്പോഴും കുറ്റം ആരോപിക്കാനുള്ള ഒരു പ്രവണതയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഈശോയെ അരൂപികളെ വെളിപാട് 2:9 സക്കറിയ 3:1 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നുണയുടെ അരൂപികളെ, വാഴത്ത നുണ പറയുന്ന സെക്കൻഡ് നേച്ചറായി മാറിയിട്ടുള്ള സ്വഭാവങ്ങളെ യോഹന്നാൻ 8:44 1 രാജാക്കന്മാർ 22:22 വെളിപാട് 3:9 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോ ഈ കാലഘട്ടത്തിൽ കടന്നു കൂടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യാജ അടയാളങ്ങള് ഈശോയെ അതിന്റെ സ്വാധീനത്താൽ ഈശോയെ വചനത്തിൽ നിന്നും സഭയിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അകന്നു പോകാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള വ്യാജ അടയാളങ്ങളുടെ പൈശാചിക രൂപികളെ വെളിപാട് 16:13-14 വചനത്തിലൂടെയും മത്തായി 24:23-24 വചനത്തിലൂടെയും 2 തെസ്സലോനിക്കർ 2:3-5 വരെയുള്ള വചനത്തിലൂടെയും ജ്ഞാനം 14:20 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. 1 തിമോത്തി 1:6-7 വചനത്തിലൂടെയും യാക്കോബ് 3:1 എസെക്കിയേൽ 8:3-5 വചനത്തിലൂടെ അസൂയയുടെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ധനാസക്തിയുടെ അരൂപികള് 1 തിമോത്തി 6:10 കൊളോസസ് 3:5 1 തിമോത്തി 6:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ അരൂപികൾ, യേശുവിനെ നിഷേധിക്കുന്ന അരൂപികള്, അവ ആരുടെ കടന്നു വന്നാലും അതിന്റെ സ്വാധീനങ്ങൾ ഈശോ ഈ നിമിഷം 1 യോഹന്നാൻ 4:3 1 യോഹന്നാൻ 2:18 1 യോഹന്നാൻ 2:22 2 യോഹന്നാൻ 7 2 തെസ്സലോനിക്കർ 2:1-12 വരെയുള്ള വചനത്തിലൂടെ മത്തായി 24:24 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പ്രൊഫസികൾ, ഈശോയെ പൈശാചിക പ്രൊഫസികൾ, അവയിലൂടെ കടന്നു വരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും തെറ്റായ ബോധ്യങ്ങളും തെറ്റായ തീരുമാനങ്ങളും ഈശോ അതിന്റെ സ്വാധീനങ്ങളെ അപ്പസ്തോല നടപടി 16:16 എസെക്കിയേൽ 22:28 ജെറമ്യ 14:14 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ വ്യർത്ഥ ഭാഷണത്തിന്റെ അരൂപികള് ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും, പ്രത്യേകമായിട്ട് ഞങ്ങൾ കൂട്ടുകാരുടെ ഇടയ്ക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയ്ക്ക് കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള വ്യർത്ഥ ഭാഷണങ്ങളെ എഫേഷ്യൻസ് 5:4 പ്രഭാഷകൻ 19:6 2 തിമോത്തി 2:16 യാക്കോബ് 4:16 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആത്മീയ വളർച്ചയെ തകിടം മറിക്കുകയും ഇല്ലായ്മയും ചെയ്യുന്ന നിദ്രാലസ അരൂപികളെ ഈശോയെ റോമ 11:8 യേശയ്യ 29:10 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൂട്ടുകെട്ടുകളിൽ നിന്ന് വരുന്ന അരൂപികള്, ബന്ധുക്കളിൽ നിന്ന് അടുത്തിടപഴകുന്ന വ്യക്തികളിലുള്ള അരൂപികളുടെ സ്വാധീനങ്ങള്, അതിന്റെ സ്വാധീനങ്ങളാൽ ഞങ്ങളുടെ ആത്മീയ വളർച്ച, കൃപയിലുള്ള വളർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ സ്വാധീനങ്ങളും ജ്ഞാനം 4:12 1 കൊരിന്ത്യർ 15:33 സങ്കീർത്തനം 50:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ പ്രദേശത്ത് ഈ കാലഘട്ടത്തിൽ കടന്നുകൂടി കൂടുതൽ കാണുന്ന ആത്മഹത്യ പ്രവണത, അതിന്റെ അരൂപികളെ തോബിത്ത് 3:8-10 വരെയുള്ള വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ചുറ്റുപാടുള്ള വ്യർത്ഥമായ ആചാര ആരാധന രീതികള്, ഈശോയിലേക്ക് അടുക്കാൻ സഹായിക്കാത്ത ദേശത്തിന്റെ അരൂപികള്, അതിലൂടെ കടന്നു വരുന്ന എല്ലാതരം സ്വാധീനങ്ങള് ജെറമിയ 10:2 നിയമാവർത്തനം 12:4 നിയമാവർത്തനം 12:31 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധ മാതാവിനെതിരെ കടന്നു വരുന്ന എല്ലാ തരത്തിലും പ്രബോധനത്തിലും പഠനത്തിലും അതിന്റെ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ മാതാവിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാവരുടെയും മേലുള്ള സ്വാധീനിക്കുന്ന അരൂപികളെ ഉൽപ്പത്തി 3:15 വെളിപാട് 12:15-18 വരെയുള്ള യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. പലതരത്തിലുള്ള ഫിലോസഫികള്, തെറ്റായ പ്രബോധനങ്ങള് ഹെബ്രായർ 13:9 കൊളോസസ് 2:8 കൊളോസസ് 2:23 1 തിമോത്തി 6:20-21 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ചുറ്റുപാടുകളിലും ഞങ്ങളുടെ ബന്ധുക്കളിലും കാണുന്ന ഈശോയെ ആൽക്കഹോളിക് സ്പിരിറ്റുകൾ, അവയെല്ലാം യേശയ്യ 28:7 യേശയ്യ 5:11 യേശയ്യ 5:12 യേശയ്യ 5:22
നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഞങ്ങളുടെ ആത്മീയ വളർച്ച, ഭൗതിക വളർച്ച, കൃപയിലുള്ള വളർച്ച തടസ്സപ്പെടുത്തുന്ന എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളുടെ അരൂപികളെ ഏശയ്യ 8:10-12 വരെയുള്ള വചനത്തിലൂടെയും നാഹൂം 1:9-12 വരെയുള്ള വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ബുദ്ധിയിലെ അന്ധകാരം ഈശോയെ, ഈ കാലഘട്ടത്തിൽ പലരുടെയും ബുദ്ധി ഈശോയെ പ്രകാശരഹിതമായിട്ട് ഈശോയെ വചനം ശ്രവിക്കാൻ പറ്റാതെ 2 കൊരിന്തോസ് 4:4 റോമ 1:21 എഫേഷ്യൻസ് 4:17-18 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ബോധനത്തിനോടുള്ള തീവ്രമായ ഒരു ആക്രാന്തത്തെ രൂപികളെ ഫിലിപ്പിയ 3:19 റോമ 16:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരിക്കുന്ന ഒരിക്കൽപ്പെടാതെയുള്ള രൂപികളെ അവയെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജോബ് 40:20-21 വചനത്തിലൂടെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ. ഈ കൃപാവച ധ്യാനത്തിന്റെ ഈശോയെ ആത്മീയ വളർച്ചയിൽ, കൃപയിലുള്ള വളർച്ചയെ സഹായിക്കാൻ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും വചനത്തിന്റെ കവാടം കൊളോസസ് 4:3 തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവസം ഞങ്ങൾക്കായി അങ്ങ് വചനത്തെ എല്ലാം സ്വീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. റോമ 5:5 ഈശോയെ അനുഗ്രഹിക്കണമേ, ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 7:7 ജ്ഞാന ചൈതന്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ മേലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 11-ാം വചനം വായിക്കാം. ലൂക്ക 14:11 തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ്. ഇന്ന് സഭാമാതാവ് നൽകുന്ന വചനമാണ് എളിമയിലേക്ക് നാം ഓരോരുത്തരും വളരണമെന്നുള്ളത്. ഏശയ്യ 66:2 ഏശയ്യ 66:2 കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഈ ഒരു ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാവുമ്പോഴാണ് ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കാൻ സാധിക്കുക. ലൂക്ക 2:19 ലൂക്ക 2:51 കൃപ നമുക്ക് ലഭിക്കുക. ലൂക്ക 2:19 ലൂക്ക 2:19 മറിയമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ലൂക്ക 2:51 ലൂക്ക 2:51 പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെങ്കിൽ എന്നും വചനത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി കാണുന്നത് പോലെയും കേൾക്കുന്നതേയും പോലെയും. ഇപ്പോൾ നമ്മളെല്ലാവരും വചനത്തിൽ സുപരിചിതരാണ്. ഇപ്പോൾ ഏതെങ്കിലും വചനം പറയുമ്പോൾ എനിക്കറിയാം എന്നുള്ള വിചാരം വരുന്ന നിമിഷം തന്നെ ആ വചനത്തിൻ്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെടും. വൈദികരോട് പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ ഇതാദ്യത്തെ ബലിയാണ്, ഇതാദ്യമായിട്ട് അർപ്പിക്കാൻ പോകുന്ന ബലിയാണെന്നല്ല, ഫസ്റ്റ് മാസ് എന്നുള്ള രീതിയിൽ പോകാൻ പറയാറുണ്ട് അച്ഛന്മാരോട്. അത്രയും തീഷ്ണതയോടുകൂടിയും ഒരുക്കത്തോടും കൂടിയും. ഇതുപോലെ തന്നെയാണ് നാം വചനം കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്നത് പോലെ നമ്മൾ വചനം കേൾക്കാനിരിക്കുമ്പോൾ വളരെയേറെ
അതിൽ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാത്തതുപോലുമായിട്ടുള്ള കൃപകൾ ദൈവം നമുക്ക് നൽകും. ഇന്നേ ദിവസവും നമുക്ക് പരിചിതമായ വചനങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ദൈവം എന്തെങ്കിലും ഇതുവരെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാൻ പറ്റാത്തതോ ഏതെങ്കിലും ഈശോ തരും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ എളിമയിലേക്ക് വരുമ്പോഴാണ് ഈ വചനം മാംസം ധരിക്കുന്നതാണ്. യോഹന്നാൻ 1:14. യോഹന്നാൻ 1:14. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ഈ മഹത്വത്തിലേക്ക് വളർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വിശുദ്ധ, ആ വിശുദ്ധയുടെ തിരുനാളാണ് നാം നാളെ ആഘോഷിക്കാൻ പോകുന്നത്, അൽഫോൻസാമയുടെ. ആ വചനം മാംസമാകാൻ ഉള്ള ഏറ്റവും വലിയ മാർഗം നമുക്ക് പറഞ്ഞതാണ് യോഹന്നാൻ 12:24. യോഹന്നാൻ 12:24. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഈ വചനം നമ്മളിലേക്ക് മുഴുവനായിട്ട് വരുന്നൊരവസ്ഥ, അത് എളിമയിലാണ് സംഭവിക്കുന്നത്. അപ്പോഴാണ് അവൻ വളരുക. യോഹന്നാൻ 3:30 നമ്മളിൽ സംഭവിക്കുക. യോഹന്നാൻ 3:30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അങ്ങനെ നമ്മളിൽ സംഭവിക്കുമ്പോഴാണ് പ്രഭാതം പൊട്ടിവിരികയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞ് പത്രോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. 2 പത്രോസ് 1:19. ഇങ്ങനെ പ്രവാചക വചനത്തെ പറ്റി ഞങ്ങൾക്ക് കൂടുതൽ ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദിക്കുകയും ചെയ്യുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപത്തെ എന്ന പോലെ പ്രവാചക വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. യോഹന്നാൻ 1:9. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ വെളിച്ചമാണ് നമുക്ക് വേണ്ടത്. സങ്കീർത്തനം 119, 105. സങ്കീർത്തനം 119, 105. അങ്ങയുടെ വചനം എന്റെ പാദത്തിനു വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഈ പ്രകാശം ആണ് ഈശോ. യോഹന്നാൻ 8:12. യോഹന്നാൻ 8:12. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ഈ പ്രകാശത്തിലേക്ക് വളരണമെങ്കിൽ എളിമ വേണം. ഈശോ വന്നത് വളരെയേറെ എളിമപ്പെട്ടാണ്. അതാണ് നമ്മൾ ഫിലിപ്പിയർ 2:3 കാണുന്നത്. ഫിലിപ്പി 2:3. മാത്സര്യമോ വ്യർത്ഥാഭിമാനവും മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഈ ശ്രേഷ്ഠരായി കാണണമെങ്കിൽ ആദ്യമേ നമ്മുടെ യഥാർത്ഥ പ്രകാശം കർത്താവിൻ്റെ സന്നിധിയിൽ നാം കാണണം. പ്രകാശത്തിൽ കാണുമ്പോഴാണ്, അതാണ് ഏശയ്ക്ക് ഉണ്ടായ അനുഭവം. അതാണ് നമ്മൾ ഏശയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വചനത്തിൽ വായിക്കുന്നത്. യേശയ്യാ 6:5. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു.
അങ്ങനെ വരുമ്പോഴാണ് ഈ എളിയ ഭാവം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു എളിമയല്ല. ദൈവസന്നിധിയിൽ പ്രകാശം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന എളിമയിലേക്ക് വളരുമ്പോൾ അതേപോലെ തന്നെ സഹോദരങ്ങളെയും കാണാൻ സാധിക്കും എളിമയോടുകൂടെ. ലൂക്ക 5:8. ലൂക്ക 5:8. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. 1 തിമോത്തി 1:15-16. 1 തിമോത്തി 1:15-16. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃക ആകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായി എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാവുന്നതിന് വേണ്ടിയാണ്. ഈ പ്രകാശം കിട്ട് എളിമയിലേക്ക്, ദൈവ സന്നിധിയിലേക്ക് അങ്ങനെ വളരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-3 നാം വളരും. മത്തായി 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരെയും വളരെയേറെ ദയോടുകൂടി കാണാനായിട്ട് സാധിക്കും. നിയമാവർത്തനം 17:20. നിയമാവർത്തനം 17:20. അങ്ങനെ തന്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും. ആത്മീയ ആധിപത്യത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ആത്മീയ ആധിപത്യം നഷ്ടപ്പെടുത്തിയതാണ് ആദ്യ മനുഷ്യൻ. പക്ഷെ നമുക്ക് ഈശോയിലൂടെ ഇത് തിരിച്ച് ആത്മീയ അധികാരം ലഭിക്കുന്നതാണ്. അതിനായി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പത്രോസ്ലിയ 1 പത്രോസ് 1:5-6 നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. 1 പത്രോസ് 5:5-6. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ, പരസ്പര വിനയത്തിന്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എളിമയിലേക്ക് വളരുമ്പോഴാണ് ഉത്കണ്ഠയില്ലാതിരിക്കുക. എത്രമാത്രം ഉത്കണ്ഠയുടെ സാന്നിധ്യം നമ്മളിലുണ്ടോ അത്രയും നമ്മൾ ആത്മാവിലും മനസ്സിലും എളിമയില്ലാത്തവരാണ്. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ അഹം സമ്മതിക്കുന്നില്ല. സങ്കീർത്തനം 55:22. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 37:5. സങ്കീർത്തനം 37:5. നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് നോക്കിക്കൊള്ളും, തക്ക സമയത്ത് അവിടുന്ന് നോക്കിക്കൊള്ളും. പ്രഭാഷകൻ 39:33. പ്രഭാഷകൻ 39:33. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഫിലിപ്പിയ 4:19. ഫിലിപ്പി 4:19. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന്
യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ കാലഘട്ടത്തിൽ പലരും സ്ട്രെസ് എന്ന് പറയുന്നുണ്ട്. കമ്പനികളിലുള്ളവരും ചെറിയ പിള്ളേർക്കടക്കം സ്ട്രെസ്സാണ്, ടെൻഷനാന്ന് പറയുന്നുണ്ട്, ഭയങ്കര ഭാരമാണെന്ന് പറയുന്നുണ്ട്. ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? മത്തായി 11:28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. മത്തായി 11:28 മുതൽ 30 വരെ വചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമടുഭാരം കുറഞ്ഞതുമാണ്. പലപ്പോഴും ഈ ഒരു വചനത്തിന്റെ ആത്മീയ അർത്ഥം നമ്മൾ അറിയാതെ പോകും. എന്താണ് നമ്മുടെ യഥാർത്ഥ അധ്വാനം? 2 തരത്തിലുള്ള അധ്വാനമുണ്ട്. ഉൽപ്പത്തി 3:17 ഒരു അധ്വാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി 3:17 ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും. ഈ അധ്വാനം ഒരു പ്രായശ്ചിത്ത പരിഹാര ദൗത്യമാണ്. അതിലൂടെ ഈ ലോകത്തിലെ അസ്തിത്വത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടക്കും. പക്ഷെ ദൈവം മത്തായി 11:28 മുതൽ 30 വരെയുള്ള അധ്വാനം ആത്മീയമായിട്ട് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം യോഹന്നാൻ 6:27 യോഹന്നാൻ 6:27 നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു അധ്വാനം കഴിഞ്ഞ് ഈ ലോകം വിടുമ്പോഴുള്ള വാഗ്ദാനമാണ് വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വചനത്തിലുള്ളത്. വെളിപാട് 14:13 അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതി അടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 116:7 സങ്കീർത്തനം 116:7 എന്റെ ആത്മാവേ നീ ശാന്തിയിലേക്ക് മടങ്ങുക, കർത്താവ് നിന്റെ മേൽ അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു. ഈ ശാന്തിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് പല അധ്വാനങ്ങള് നമുക്ക് ദൈവം കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 40:1 പ്രഭാഷകൻ 40:1 ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുകം വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്വാനം യഥാർത്ഥത്തിൽ ആത്മീയമായ അധ്വാനം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് നമ്മൾ തിരിച്ചറിയാതെ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ച ദൗത്യങ്ങൾ നിറവേറ്റാതെ കടന്നു പോകുന്നുണ്ടോ? അതിനെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ് എഫേഷ്യൻസ് 2:10. എഫേഷ്യൻസ് 2:10 നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഈ സൽപ്രവൃത്തികൾ പണിതുയർത്തുന്ന വേണ്ടിയാണ്, ആത്മീയമായ ക്രിസ്തുവിലേക്ക് നമ്മളെ പണിതുയർത്തുന്നതാണ്. എഫേഷ്യൻസ് 4:12 ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ പണിതുയർത്തുന്ന ഒന്നില് ഒരു സെൽഫ് ഗ്ലോറിയുടെ കാര്യമില്ല. അവിടെ മഹത്വപ്പെടുത്തേണ്ടത് ദൗത്യം തന്ന പിതാവായ ദൈവത്തിനെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവ് ദൈവത്തിനെയാണ്. മത്തായി 5:16 മത്തായി 5:16 നിങ്ങൾ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ
സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോഴാണ് നമുക്ക് സങ്കീർത്തകന്റെ ഒപ്പം പറയാൻ സാധിക്കുക. സങ്കീർത്തനം 115:1. സങ്കീർത്തനം 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാലത്തെയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ഈ മഹത്വമാണ് നാം തേടേണ്ടത്, ദൈവത്തിനോടുള്ള മഹത്വം. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. അതാണ് ഫിലിപ്പിയ 1:6 നമ്മളോട് ഈശോ പറഞ്ഞു തരുന്നത്. ഫിലിപ്പി 1:6. നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിനമാകുമ്പോഴേക്കും അത് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ ദൗത്യങ്ങളെ കുറിച്ചുള്ള ഒരു എളിയ ഭാവത്തെ കുറിച്ചാണ് ലൂക്ക 17:10 ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ തരുന്ന കൽപ്പനകളെല്ലാം വളരെ ഭാരം കുറഞ്ഞതാണ്. ശരിക്കും വചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൽപ്പനകൾ പാലിക്കാതിരിക്കുന്നതാണ് ഭാരം. 1 യോഹന്നാൻ 5:3. 1 യോഹന്നാൻ 5:3. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. നിയമാവർത്തനം 30:11. നിയമാവർത്തനം 30:11. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാമിതം വിദൂരസ്ഥമോ അല്ല. റോമ 10:8. റോമ 10:8. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അന്തരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. പ്രഭാഷകൻ 15:15. പ്രഭാഷകൻ 15:15. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഇനി ഈ എല്ലാ സങ്കീർണ പ്രശ്നങ്ങൾ, ഭാരമില്ലാത്തതെല്ലാം ഭാരമാക്കിയത് മനുഷ്യൻ തന്നെയാണ്. സഭാപ്രസംഗൻ 7:29. സഭാപ്രസംഗൻ 7:29. ഞാൻ കണ്ടത് ഇതാണ്, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. ഈ ഒരു വചനത്തിൽ നിന്ന് ഈ ഭാരമില്ലാത്ത ദൈവകൽപ്പന പാലിക്കാൻ ദൈവം തന്നെ ശക്തി നൽകുന്നതിൽ മാറി കഴിയുമ്പോഴാണ് ധനാസക്തിയുടെ ഈ ധനത്തെ മറന്ന് ലോകത്തിൻ്റെ ധനത്തിലേക്കുള്ള ഒരു പ്രവണത മനുഷ്യനിൽ കടന്നു വരുന്നത്. എന്നിട്ട് അത് അവന് പ്രശ്നത്തിന് കാരണമാകും. അതാണ് 1 തിമോത്തി 6:10 അവസാനത്തെ വരിയിൽ നാം വായിക്കുന്നത്. തിമോത്തി 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയുണ്ട്. വിശ്വാസത്തിലും വചനത്തിലും വന്നവരെ ഏതെങ്കിലും കാരണവശാൽ അവരുടെ സ്വന്തമായത് എടുക്കപ്പെടുകയാണെങ്കിൽ ഏത് വചനത്തിലായിരിക്കണം? അതാണ് ഹെബ്രായർ 10:34 നാം വായിക്കുന്നത്. ഹെബ്രായർ 10:34. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഫിലിപ്പിയ 3:7-8. ഫിലിപ്പി 3:7
8. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. യേശുവാണ് ധനം എന്നുള്ള ഒരു ബോധ്യം, ഈ ധനമാണ് നിലനിൽക്കുന്നതും ഈ ധനത്തിലേക്കാണ് നാം വളരണതെന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി മാറ്റമുണ്ടാകും. സുഭാഷിതം 4:7-8. സുഭാഷിതം 4:7-8. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം. എന്തും ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അവളെ അമൂല്യമായി കരുതുക. അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക. അവൾ നിന്നെ ആദരിക്കും. ഇവിടെയാണ് അധ്വാനം, യഥാർത്ഥ അധ്വാനത്തിലേക്ക് നാം കടന്നു വരുന്നത്. ബാക്കിയെല്ലാം ദൈവം നമ്മുടെ ആവശ്യാനുസരണം തരും. അതാണ് നമുക്കുള്ള വാഗ്ദാനം. മത്തായി 6:33. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ജ്ഞാനം 1:1. ജ്ഞാനം 1:1. ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ. കളങ്കമന്യേ കർത്താവിനെ കുറിച്ച് ധ്യാനിക്കുവിൻ. നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. സങ്കീർത്തനം 34:10. സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. തോബിത്ത് 4:21. തോബിത്ത് 4:21. മകനെ, നമ്മൾ ദരിദ്രനായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. സുഭാഷിതം 8:17. സുഭാഷിതങ്ങൾ 8:17. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. നിയമാവർത്തനം 8:9. നിയമാവർത്തനം 8:9. അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും. നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്. മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം. ദൈവാന്വേഷണത്തിൽ പൂർണ്ണമായി അധ്വാനിക്കുന്നവരായി നമുക്ക് മാറാം. ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുന്ന നിർഭാഗ്യരാകാതിരിക്കാൻ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് സ്വീകരിക്കാം. 1 കൊറിന്തോസ് 15:19. 1 കൊറിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞു. ഇനി നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച കാണാം. God bless you.